ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി. ഹരേ കൃഷ്ണ. ശ്രീല ജയപതാക സ്വാമി ഗുരുമഹാരാജ് അദ്ദേഹത്തിന്റെ മനോഹരമായ ബംഗാളി കവിതയിൽ എഴുതിയതുപോലെ, യദി പ്രഭുപാദ് ന ഹോയ്ത്തെ തബേ കി ഹോയ്ത്തോ ഏ ജീവന ബഹിത കൈസെ. ഗുരുമഹാരാജ് പറഞ്ഞതുപോലെ, അതെ, പ്രഭുപാദ് ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതം എന്താകുമായിരുന്നു, എങ്ങനെയാകുമായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ചെറുപ്പം അതങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുപോയി. പക്ഷേ വാർദ്ധക്യം ഭഗവാന്റെ സ്മരണയിലും ഭഗവത് സേവനത്തിലും ഭക്തന്മാരുടെ സംഘത്തിലും ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചും കഴിച്ചുകൂട്ടാൻ കഴിയുന്നത് പ്രഭുപാദരുടെ നിസ്സീമമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രഭുപാദരോടുള്ള കടം ഒരിക്കലും വീട്ടി തീർക്കാൻ കഴിയുന്നതല്ല. പ്രഭുപാദിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരർഹതയും എനിക്കില്ല. എൻ്റെ തന്നെ പ്യൂരിഫിക്കേഷനും അതിനുവേണ്ടിയും അദ്ദേഹത്തിൻ്റെ കടപ്പാടിനോടുള്ള ഒരു കണികയെങ്കിലും ആകുമല്ലോ എന്നും ഓർത്തു മാത്രം ഞാനിത് ചെയ്യുന്നു. തൻ്റെ 70ാമത്തെ വയസ്സിൽ ഗുരുവിൻ്റെ ആജ്ഞ നടപ്പിലാക്കാൻ ദിവസങ്ങളോളം സന്ധ്യ സ്റ്റീം നാവിഗേഷൻ്റെ ഓഫീസിൽ കയറിയിറങ്ങി ജലദൂത എന്ന ചരക്കു കപ്പലിൽ കേവലം 40 രൂപയും ട്രങ്ക് പട്ടികളിൽ ഭാഗവതവും വഹിച്ചുകൊണ്ട് കടൽക്ഷോഭവും ഹാർട്ട് അറ്റാക്കുകളും കൃഷ്ണകൃപയാൽ തരണം ചെയ്ത് അമേരിക്കയിൽ കപ്പലിറങ്ങിയ ശ്രീല പ്രഭുപാദ യുഗധർമ്മമായ ഹരിനാമ സങ്കീർത്തനം ലോകം മുഴുവൻ പ്രചാരണം ചെയ്യാൻ ചൈതന്യ മഹാപ്രഭുവിനാൽ നിയോഗിക്കപ്പെട്ട സേനാധിപ ഭക്തൻ, ഭഗവാന്റെ ശക്തി ആവേശ അവതാരം. അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്ത് 1965 സെപ്റ്റംബർ 18 കപ്പലിറങ്ങിയപ്പോൾ പ്രഭുപാദ് ആ ബോസ്റ്റൺ നഗരം കണ്ട് അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ, പ്രഭുപാദരുടെ ഹൃദയം നിറഞ്ഞ ഭക്തിയും അദ്ദേഹം ഒരു കവിത എഴുതി. അതിൽ പ്രഭുപാദരുടെ ഹൃദയം നിറഞ്ഞ ഭക്തിയും ശരണാഗതിയും വിനയവും ഭഗവാനുള്ള അടിയുറച്ച വിശ്വാസവും ഒക്കെ തെളിഞ്ഞു കാണാം. ആ കവിതയുടെ ലിറിക്സ് അല്ല, അതിൻ്റെ വരികളുടെ അർത്ഥം മാത്രം ഇവിടെ ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണത്. ഈ അവസരം ഞാൻ അതിനായി ചില പ്രഭുപാദർക്കായി സമർപ്പിക്കുന്നു. 16 സ്റ്റാൻസാണ് അതിലുള്ളത്. അതിൽ 8, 9, 10 ഭാഗവതത്തിൻ്റെ ഗ്ലോറിഫിക്കേഷനും ഭാഗവത ശ്ലോകമാണ്. അതല്ലാതെ ബാക്കി പ്രഭുപാദർ എഴുതിയ കവിത മാത്രം, അതിൻ്റെ ആ മീനിങ് മാത്രം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രഭുപാദ് അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെയാണ് ആ കവിത, അതിൻ്റെ അർത്ഥം ഓരോ സ്റ്റാൻസയിലും. എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, ഈ ഒന്നിനും കൊള്ളാത്തവനായ എന്നിൽ, ഈ ആത്മാവിൽ അങ്ങ് അത്യന്തം കൃപയുള്ളവനാണ് എന്നെനിക്കറിയാം. പക്ഷേ എനിക്കറിയില്ല അങ്ങ് എന്തിനാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്ന്. അങ്ങയുടെ ഇച്ഛ എന്താണോ അങ്ങ് അത് എന്നെ കൊണ്ട് നിറവേറ്റുക. അങ്ങയ്ക്ക് എന്തു വേണമെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിക്കാം. 2ാമത്തെ സ്റ്റാൻസിൽ ഇങ്ങനെ പറയുന്നു, പക്ഷേ ഒരു കാര്യം ഞാൻ ഊഹിക്കുന്നു, എന്തോ ഒരു കാര്യം അങ്ങയ്ക്ക് എന്നെ കൊണ്ട് നിർവഹിക്കാനായിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഭീകരമായ സ്ഥലത്ത് അങ്ങ് എന്നെ എത്തിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള ഭൂരിഭാഗം മനുഷ്യരും ഭൗതിക ശക്തിയുടെ തമോ രജഗുണങ്ങൾ കടിപ്പെട്ട് ഭൗതികതയിൽ മുഴുകിയിരിക്കുന്നവരാണ്. അത് അവർക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നു എന്നവർ ചിന്തിക്കുന്നു. ഭഗവാൻ വാസുദേവന്റെ അതീന്ദ്രിയമായ സന്ദേശങ്ങളിൽ അവർക്കൊരു താല്പര്യവുമില്ല. അത് മനസ്സിലാക്കാൻ അവരെ എങ്ങനെ പ്രാപ്തരാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, അങ്ങയുടെ അഹൈതുകമായ കാരുണ്യത്താൽ എന്തും സാധ്യമാകുമെന്ന്. എന്തുകൊണ്ടെന്നാൽ അങ്ങ് അതിസമർത്ഥനായ ഇന്ദ്രജാലക്കാരനാണ്. ഭക്തിയുത സേവനത്തിന്റെ മാധുര്യം അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്തിനായി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്ദേശം അവരെ ബോധ്യപ്പെടുത്താൻ അവിടുന്ന് എന്നെ പ്രാപ്തനാക്കണമേ. എല്ലാ ജീവാത്മാക്കളും അങ്ങയുടെ ഇച്ഛാനുസരണം ഭൗതിക ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. അങ്ങ് ഇച്ഛിക്കുന്നുവെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ അവരെ അതിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും കഴിയും. അങ്ങ് അവരെ മുക്തരാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മുക്തി അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ അങ്ങയുടെ സന്ദേശം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ.
8, 9, 10 സ്റ്റാൻസുകളിൽ ഭാഗവതത്തിന്റെ ഗ്ലോറിഫിക്കേഷനും ഭാഗവത ശ്ലോകങ്ങളുമാണ്. അതിനുശേഷം വീണ്ടും 11-ാമത്തെ, ഏറ്റവും അധപ്പതിച്ചവനും നിർഭാഗ്യവാനും അതിനുള്ള അറിവില്ലാത്തവനുമായ എനിക്കെങ്ങനെ കൃഷ്ണാവബോധം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും? എനിക്ക് തനിച്ച് അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞാൻ യാചിക്കുന്നു. അല്ലയോ ഭഗവാനെ, എങ്ങനെയൊക്കെയോ അങ്ങയെക്കുറിച്ച് പറയാനായി അങ്ങനെ ഇവിടെ എത്തിച്ചു. ഭഗവാനെ, ഇനിയെല്ലാം അങ്ങയ്ക്കായി വിടുന്നു. അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് എന്നെ ഒരു വിജയമോ പരാജയമോ ആക്കിയാലും. എല്ലാ ലോകങ്ങളുടെയും ആധ്യാത്മിക ഗുരുവായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ വാക്കുകൾ ആവർത്തിക്കുന്നതിനുള്ള കഴിവ് മാത്രമേ എനിക്കുള്ളൂ. അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ അനുയോജ്യമായ കഴിവ് എനിക്ക് നൽകിയാലും. അങ്ങയുടെ അഹൈതുകമായ കാരുണ്യം ഒന്നു മാത്രമേ എൻ്റെ വാക്കുകൾ പരിശുദ്ധമാക്കിയുള്ളൂ. ഈ അതീന്ദ്രിയ സന്ദേശം അവരുടെ ഹൃദയം തുളച്ചു കയറുമ്പോൾ തീർച്ചയായും അവരുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയും ഈ ഭൗതിക ജീവിതത്തിന്റെ അസന്തുഷ്ടിയിൽ നിന്ന് അവർ മുക്തരാക്കപ്പെടുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. ഭഗവാനെ, ഞാൻ അങ്ങയുടെ കയ്യിലെ ഒരു കളിപ്പാവയെ പോലെയാണ്. അങ്ങ് നൃത്തം ചെയ്യിക്കാനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ എന്നെ നൃത്തം ചെയ്യിക്കൂ, നൃത്തം ചെയ്യിക്കൂ, നൃത്തം ചെയ്യിക്കൂ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നൃത്തം ചെയ്യിക്കൂ. എനിക്ക് ഭക്തിയില്ല, എനിക്കറിവില്ല ഭഗവാനെ കൃഷ്ണ. എനിക്ക് അങ്ങയുടെ നാമത്തിലുള്ള അടിയുറച്ച വിശ്വാസം മാത്രമേ ഉള്ളൂ. ഭക്തി വേദാന്ത എന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ വിശേഷണം അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അന്വർത്ഥമാക്കിയാലും. ശിഷ്ടാക്ഷരത്തിലെ ശ്ലോകമുണ്ട്. ഋണാദബി സുനീചേന തരോരബി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. ആ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതെപ്പോഴും നമ്മൾ ആവർത്തിക്കാറുള്ള ശ്ലോകമാണ്. പക്ഷെ അത് എത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിലേക്ക് അത്രയൊന്നും പോയിട്ടില്ല. പക്ഷെ പ്രഭുപാദർ അത് ആചരിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് നമുക്കിവിടെ. അത്രത്തോളം വിനയാനിതനായി, അത്രത്തോളം ശരണാഗതിയോടെ, അത്രത്തോളം ഭഗവാനിലുള്ള വിശ്വാസത്തോടെ ഹരിനാമ പ്രചരിപ്പിക്കുക, സദാ ഹരിയെന്ന നാമം ഉരുവിട്ടുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു മഹാവ്യക്തിത്വം, മഹാ ആചാര്യനാണ് ശ്രീല പ്രഭുപാദ്. ഈ അവസരത്തിൽ ഭഗവാന്റെ നാമത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഭക്തിയും നമുക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ശ്രീല പ്രഭുപാദരുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീല പ്രഭുപാദിക്ക് ജയ. ഗുരുദേവ്.